ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര ഒരുപാട് നാളായി കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആറന്മുള വള്ളസദ്യ കഴിക്കാനാണ്. അതും നമ്മുടെ KSRTCയിൽ. ചാലക്കുടി KSRTC ഡിപ്പോരെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ആറന്മുള വള്ളസദ്യ പാക്കേജിലാണ് ഞാൻ പോയത്. കാലത്ത് 3:30 തുടങ്ങി രാത്രി 11:30 തിരിച്ചെത്തുന്ന ആറന്മുള വള്ളസദ്യയും പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളും ഉൾപ്പെടുന്ന ഈ പാക്കേജിൽ ഒരാൾക്ക് 1250 രൂപയാണ് ചെലവ് വരുന്നത്. ഞങ്ങളുടെ യാത്രയിൽ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ കൂടാതെ കവിയൂർ ഗുഹാക്ഷേത്രം, മണ്ണാർശാല നാഗരാജ ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പോയിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ബസ്. കാലത്ത് 3:30 തന്നെ ചാലക്കുടിയിൽ നിന്നും പുറപ്പെട്ടു. ഇന്നത്തെ യാത്രയുടെ സാരഥി അനിലേട്ടനും കോർഡിനേറ്റർ സജിത്തേട്ടനുമാണ്. ബസ്സിൽ കയറി ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും ആലപ്പുഴ എത്തിയിരുന്നു. ആദ്യം പോകുന്നത് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലേക്കാണ്. എന്താണ് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ? പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവർക്കായി നിർമ്മിച്ച ക്ഷേത്രങ്ങളെയാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നതെന്നാണ്. സത്യമെന്തെന്നാൽ കേരളത്തിലെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന 5 പുരാതന മഹാവിഷ്ണു ക്ഷേത്രങ്ങളെയാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. മഹാഭാരത കഥയിലെ പഞ്ചപാണ്ഡവർ തങ്ങളുടെ വനവാസകാലത്ത് ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നുവെന്നും ഓരോരുത്തരും ഓരോ മഹാവിഷ്ണു വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിരുന്നുവെന്നാണ് ഐതിഹ്യം. ഏതൊക്കെയാണ് ആ ക്ഷേത്രങ്ങൾ എന്ന് നോക്കിയാലോ. യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം, ഭീമൻ പ്രതിഷ്ഠിച്ച തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം, അർജുനൻ പ്രതിഷ്ഠിച്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, നകുലൻ പ്രതിഷ്ഠിച്ച തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം, സഹദേവൻ പ്രതിഷ്ഠിച്ച തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെട്ടവയാണ് ഈ 5 ക്ഷേത്രങ്ങളും. നമ്മൾ ആദ്യം പോയത് സഹദേവൻ പ്രതിഷ്ഠിച്ച തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്താണ് ഈ ക്ഷേത്രം. അത്ഭുതനാരായണൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. രണ്ടാമതായി പോയത് നകുലൻ പ്രതിഷ്ഠിച്ച തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിനെ പോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ ഗോശാലകൃഷ്ണനും ഇവിടെയുണ്ട്. മൂന്നാമതായി പോയത് യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങാനൂരിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നാലാമതായി പോയത് ഭീമൻ പ്രതിഷ്ഠിച്ച തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങാനൂരിനടുത്ത് പുലിയൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നരസിംഹമൂർത്തിയുടെ ഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഈ 4 ക്ഷേത്രങ്ങളിലെ ദർശനം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 10:30 ആയിരുന്നു. ഇനിയാണ് നമ്മുടെ യാത്രയുടെ പ്രധാനപ്പെട്ട സ്ഥലമായ പഞ്ചപാണ്ഡവരിൽ അർജുനൻ പ്രതിഷ്ഠിച്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പാട്ട് കേട്ടും പാട്ടുപാടിയുമൊക്കെ 11 മണി ആയപ്പോഴേക്കും ആറന്മുളയിലെത്തി. വള്ളസദ്യ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാനായി സാധിച്ചു. പള്ളിയോടങ്ങൾ വരുന്ന സമയമായതുകൊണ്ട് പള്ളിയോടങ്ങൾ പമ്പയിലൂടെ വരുന്നതും വരവേൽക്കുന്നതും ആറന്മുള വഞ്ചിപ്പാട്ട് കേൾക്കാനെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു.
മഴ കുറവായതുകൊണ്ട് തന്നെ പമ്പയിൽ വെള്ളം കുറവായിരുന്നു. മുട്ടിനു താഴെ മാത്രമാണ് പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നത്. എങ്കിലും വള്ളക്കാരുടെ പാട്ടിനോ ആവേശത്തിനോ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഇനിയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യത്തിലേക്ക് പോകുന്നത്, ആറന്മുള വള്ളസദ്യ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വള്ളസദ്യ കഴിക്കാനായി പോകുന്നത്. 12:40 ഞങ്ങൾക്ക് സമയം കിട്ടിയതെങ്കിലും കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ആ കുറച്ച് സമയം പോലും കൂടെ ബസ്സിലുണ്ടായ യാത്രക്കാർ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യായിരുന്നു. 1 മണി കഴിഞ്ഞപ്പോഴേക്കും സീറ്റ് കിട്ടി. സദ്യ നടക്കുന്ന ഹാളിൽ വഞ്ചിപ്പാട്ടെല്ലാം പാടുന്നുണ്ടായിരുന്നു. നാല് തരം പായസം അടങ്ങുന്ന ഇത്രയും വലിയൊരു സദ്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത്രയും വിഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എത്ര വിഭവങ്ങൾ ഉണ്ടെന്ന് കറക്റ്റായിട്ട് എണ്ണാൻ സാധിച്ചില്ല. അറിയാൻ സാധിച്ചത് 60-ൽ പരം വിഭവങ്ങൾ അടങ്ങിയ സദ്യയായിരുന്നു എന്നാണ്. 1:30 ആയപ്പോഴേക്കും സദ്യ കഴിച്ച് പുറത്തിറങ്ങി. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് സുഗതകുമാരിയമ്മയുടെ വീട്. യാത്ര തുടങ്ങുമ്പോൾ അപരിചിതരായിരുന്ന പലരും പകുതിയായപ്പോഴേക്കും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ യാത്ര വീണ്ടും തുടർന്നു. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം പോയത് കവിയൂർ ഗുഹാക്ഷേത്രത്തിലേക്കാണ്. ഒരു വലിയ പാറയുടെ മുകളിൽ പാറയിൽ തന്നെ കൊത്തിയെടുത്ത ക്ഷേത്രം. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പിന്നെ പോയത് മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലേക്കാണ്. ഇന്ന് പോയതിൽ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. 5 മണി ആയപ്പോഴേക്കും അവിടെ എത്തി. 5:30 തന്നെ നട തുറന്നു. കാവുകളും കുളങ്ങളും ഒക്കെയുള്ള ഈ ക്ഷേത്രത്തിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. മണ്ണാർശാല കഴിഞ്ഞു ഞങ്ങൾ പോയത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ വരുന്നത് വരെ ഇങ്ങനൊരു ക്ഷേത്രത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത്ര മനോഹരമായ ഇത്ര വലിയ ക്ഷേത്രമാണിതെന്ന് മനസ്സിലായത്. ഈ ക്ഷേത്രത്തിൽ മയിലിനെ വളർത്തുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ മയിലിനെ വളർത്തുന്നത് കാണുന്നത്. ക്ഷേത്രത്തില് ചുറ്റുവിളക്കുകൾ കത്തിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. കൂടാതെ ക്ഷേത്രകുളത്തിൽ ഞങ്ങളൊരു അതിഥിയെയും കണ്ടിരുന്നു. ഇനി പോകുന്നത് അമ്പലപ്പുഴയിലേക്കാണ്. പോകുന്ന വഴി കടലിനോട് ചേർന്നുള്ള റോഡിലൂടെ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല സൺസെറ്റും കാണാനായി സാധിച്ചു. 6:45 ആയപ്പോഴേക്കും അമ്പലപ്പുഴയിലെത്തി. ദീപാരാധന സമയമായതുകൊണ്ട് തന്നെ ദീപാരാധന തൊഴാനും സോപാന സംഗീതം കേൾക്കാനെല്ലാം സാധിച്ചു. നാലമ്പലത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ സോപാന സംഗീതം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത്. അത്ര മനോഹരമായിട്ടാണ് ആ ചേട്ടൻ ആ സോപാന സംഗീതം പാടിയത്. ഇനി ഒരൊറ്റ യാത്രയിൽ 9 ക്ഷേത്രങ്ങളാണ് കവർ ചെയ്തത്. ഈ 9 ക്ഷേത്രങ്ങളിൽ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അമ്പലപ്പുഴയിലെ ദർശനം തന്നെയായിരുന്നു. 8 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് തിരിച്ചു. പോകുന്ന വഴി തന്നെ ഡിന്നർ കഴിച്ച് 11:30 തിരിച്ച് ചാലക്കുടിയിലെത്തി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.